ഇനി നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ജെയിൻ ഓസ്റ്റിന്റെ വളരെ പ്രശസ്തമായ പ്രൈഡ് ആൻഡ് പ്രജുഡിസ് എന്ന നോവലിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിന്റെ ഒരു സംഗ്രഹക്കുറിപ്പ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിലെ പ്രധാന ആശയങ്ങളും ഉൾക്കാഴ്ചകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? ശരി. അപ്പോൾ കഥയുടെ കേന്ദ്രം എലിസബത്ത് ബെന്നറ്റ് ആണ്. വളരെ സ്മാർട്ടായ ഊർജ്ജസ്വലയായ ഒരു യുവതി. അവരുടെ കുടുംബം, അതായത് ബെന്നറ്റ് കുടുംബം, ഒരു ഇടത്തരം കുടുംബമാണ്. 5 പെൺമക്കളാണ് അവർക്ക്. അവിടെ ഒരു പ്രശ്നമുണ്ട്. അന്നത്തെ നിയമം വെച്ച് അവരുടെ കുടുംബ സ്വത്തൊക്കെ ഒരു അകന്ന പുരുഷബന്ധുവിന് പോകും, പെൺമക്കൾക്ക് കിട്ടില്ല. അപ്പോ പിന്നെ ഈ 5 പെൺകുട്ടികളെയും നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ചയക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊരു വലിയ ഒരു സാമൂഹിക സമ്മർദ്ദം തന്നെയാണ് ആ കുടുംബത്തിന്. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് മിസ്റ്റർ ഡാർസി വരുന്നത്. വലിയ പണക്കാരനാണ്, പക്ഷെ ആളൊരു അകലം സൂക്ഷിക്കുന്ന പ്രകൃതക്കാരനാണ്. എലിസബത്തിന് ഇയാളെ ആദ്യമേ അത്ര പിടിക്കുന്നില്ല. ശരിക്കും ഒരു അഹങ്കാരിയായാണ് തോന്നുന്നത്. അതെ. അതേസമയം ഡാർസിക്ക് എലിസബത്തിനോടൊരു മതിപ്പ് തോന്നുന്നുണ്ട്, അവളുടെ ബുദ്ധി, സംസാരമൊക്കെ. പക്ഷേ അവളുടെ കുടുംബത്തിന്റെ സാമൂഹിക നില അത്ര പോരല്ലോ. അതുകൊണ്ട് ഡാർസിക്കും ഒരു മടി, ഒരു അഭിമാനത്തിന്റെ പ്രശ്നം. അതെ, അവിടെയാണ് ആ പേര് വരുന്നത്. പ്രൈഡ് അവന്റെ അഭിമാനം, പ്രിജുഡിസ് അവളുടെ മുൻവിധി. ശരിയാണ്. അതാണ് നോവലിന്റെ കാതലെന്ന് പറയാം. ഈ ആദ്യ ധാരണകളും മുൻവിധികളുമൊക്കെ എങ്ങനെയാണ് മാറുന്നതെന്നതാണ് രസകരം. എലിസബത്ത് പതിയെ മനസ്സിലാക്കുന്നു ഡാർസി അത്ര മോശക്കാരനല്ല, അല്ലെങ്കിൽ ആ കാണുന്ന അഹങ്കാരത്തിനപ്പുറം ചിലതുണ്ടെന്ന്. ഡാർസി തിരിച്ചും തന്റെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ തലക്കനം മാറ്റിവെക്കാൻ പഠിക്കുന്നു. ആ ഒരു മാറ്റം അത് വളരെ പ്രധാനമാണ്. പിന്നെ ഈ വ്യക്തിപരമായ കാര്യങ്ങൾക്കപ്പുറം അന്നത്തെ സമൂഹം, അതും ഒരു പ്രധാന ഘടകമല്ലേ? തീർച്ചയായും. സാമൂഹികമായ പ്രതീക്ഷകൾ, പ്രത്യേകിച്ച് വിവാഹത്തിന്റെ കാര്യത്തിൽ. അതുപോലെ കുടുംബത്തിന്റെ സൽപ്പേര്, അതെത്ര പ്രധാനമായിരുന്നു അന്ന്. അതെ. ബെന്നറ്റ് കുടുംബത്തിൽ തന്നെ, പ്രത്യേകിച്ച് മിസസ് ബെന്നറ്റ്, അവരുടെ ആ വെപ്രാളമൊക്കെ പലപ്പോഴും മക്കളുടെ കാര്യങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നുണ്ട്, അല്ലേ? ഉണ്ട്. അത് ശരിക്കും കോമഡിയാണ് ചില സമയത്ത്. പക്ഷെ അത് ആ കാലഘട്ടത്തിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോരുത്തരും വളരെ മിഴിവുള്ളവരാണ്. എലിസബത്ത് ബെന്നറ്റ് നമ്മൾ പറഞ്ഞ പോലെ ബുദ്ധിമതി, തന്റേടി. പിന്നെ മിസ്റ്റർ ഡാർസി, പുറമേ ഗൗരവക്കാരൻ, പക്ഷെ ഉള്ളിൽ നല്ല തത്വങ്ങളൊക്കെയുള്ള ആൾ. മിസ്റ്റർ ആൻഡ് മിസസ് ബെന്നറ്റ് കുറച്ച് വിചിത്ര സ്വഭാവമുള്ള മാതാപിതാക്കൾ. പിന്നെ ജെയിൻ ബെന്നറ്റും മിസ്റ്റർ ബിംഗ്ലിയും, അവരൊരു നല്ല ജോഡിയാണ്. കുറച്ചുകൂടി ശാന്തമായ ഒരു പ്രണയം. ശരിയാണ്. പിന്നെ മിസ്റ്റർ വിഖാം, അയാൾ പുറമേ നല്ല ആകർഷകമായിട്ടൊക്കെ പെരുമാറും, പക്ഷെ അങ്ങനെയല്ല, ഒരു വഞ്ചകനാണ്. ഈ കഥാപാത്രങ്ങളെ ഇത്ര കൃത്യമായി വരച്ചു കാട്ടുന്നത് കൊണ്ടാണ് നോവൽ ഇത്രയും കാലം നിലനിന്നത് എന്ന് തോന്നുന്നു. കാലം ഇത്ര കഴിഞ്ഞിട്ടും 2 നൂറ്റാണ്ടോളം ആയില്ലേ, എന്നിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, വായിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? ഒരുപക്ഷെ ഇതൊരു വെറും പ്രണയകഥയല്ല എന്നതുകൊണ്ടാവാം. ഇതിൽ സാമൂഹിക വിമർശനമുണ്ട്, മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളുമുണ്ട്. തീർച്ചയായും. ജെയിൻ ഓസ്റ്റിൻ ആ കാര്യത്തിൽ മിടുക്കിയാണ്. പ്രണയത്തെയും സാമൂഹിക വ്യവസ്ഥിതിയെയും ഒരുമിച്ച് ചേർക്കുന്നത് അത് അത്ര എളുപ്പമല്ല. എലിസബത്തും ഡാർസിയും തമ്മിലുള്ള ആ ഒരു ഒരു വാക്പോര്, ഒരു തരം കെമിസ്ട്രി, അതിപ്പോഴും ആളുകളെ ആകർഷിക്കുന്നുണ്ട്. ശരിയാണ്. പിന്നെ ഇതിലെ വിഷയങ്ങൾ, അവയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട് എന്നതാണ് സത്യം. സാമൂഹിക സമ്മർദ്ദങ്ങൾ, നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന മുൻവിധികൾ, പിന്നെ ഈ അഭിമാനം, അതൊക്കെ ബന്ധങ്ങളിൽ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഇന്നും നമ്മൾ നേരിടുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അതെ. അത് ഓസ്റ്റിൻ വളരെ മനോഹരമായി, എന്നാൽ അല്പം നർമ്മം കലർത്തി അവതരിപ്പിച്ചു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് നമുക്ക് തരുന്നത് എന്തൊക്കെയാണ്? അഭിമാനത്തിൽ നിന്നും മുൻവിധിയിൽ നിന്നും പരസ്പരം മനസ്സിലാക്കുന്നതിലേക്കുള്ള ഒരു യാത്ര, അന്നത്തെ സാമൂഹിക ചിട്ടവട്ടങ്ങളെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രം, പിന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറെ കഥാപാത്രങ്ങൾ. അതെ. ഇവിടെ ഒരു ചോദ്യം നമ്മൾക്ക് സ്വയം ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കും ആലോചിക്കാം. ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലത്ത് നമ്മൾ എത്ര പെട്ടെന്നാണ് മറ്റൊരാളെക്കുറിച്ചൊരു അഭിപ്രായം രൂപീകരിക്കുന്നത്, അല്ലേ? ഈ ആദ്യ ധാരണകൾ നമ്മുടെ ഇപ്പോഴത്തെ ബന്ധങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടാവും? ഇത് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാവുന്ന കാര്യമാണ്.